കുറേ നാളായിട്ട് ഇക്കായൊക്കെ ആഗ്രഹിക്കുന്നതായിരുന്നു കേട്ടോ സ്വന്തമായിട്ടൊരു കാറ് മേടിക്കാൻ. കാരണം നമുക്ക് എങ്ങോട്ടേക്കിലൊക്കെ പോകുമ്പോഴൊക്കെ നല്ല പാടല്ലേ, നമുക്കൊരു വണ്ടി ഇല്ലാത്തപ്പോഴേ. 2 വീലറിൽ പോകുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു വണ്ടി എടുക്കാനൊക്കെ ആയിട്ട് പോയൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. നമ്മൾ ചെറുതായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടേക്കാം കേട്ടോ. ഞങ്ങൾ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വന്ന് അതുപോലെ അക്ഷയം കഴിഞ്ഞിട്ട് ഏകദേശം 4:30-5 കാലോടെയാണ് ഞങ്ങൾ പോയത്. നമ്മുടെ അച്ചൻകവലയിലുള്ള ടൊയോട്ട ഷോറൂമിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. ഗ്ലാൻസിയാണ് നമ്മൾ വാങ്ങുന്ന വണ്ടി. അപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം ആയിരുന്നു കേട്ടോ നമ്മൾ വണ്ടി ബുക്കൊക്കെ ചെയ്തിട്ട്. കാരണം അതിൻ്റെ പ്രൊസീജിയറിന് കാര്യങ്ങൾക്കൊക്കെ ഏകദേശം 1 വീക്ക് താമസം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് എളുപ്പം തന്നെ വണ്ടി കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. ഇക്കായും ഇക്കാടെ മൂത്ത ചേട്ടനും കൂടെയാണ് കേട്ടോ വണ്ടി എടുത്ത്. രണ്ടുപേരും ഒരുമിച്ചാണ് വണ്ടി എടുത്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ വണ്ടിക്ക് വേണ്ടി കാത്തിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് താമസം ഉണ്ടായിരുന്നു. ഏകദേശം 7 മണിയോട് കൂടിയാണ് ഞങ്ങൾക്ക് വണ്ടിയൊക്കെ കിട്ടിയത്. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിന് വേണ്ടി ഇക്കാരനോട് ഫൈനൽ പേപ്പേഴ്സ് കുറച്ച് സൈൻ ചെയ്യാനും അതുപോലെ പേപ്പേഴ്സ് എന്തൊക്കെ പേപ്പേഴ്സ് ആണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടിയത് ഒരു അടിപൊളി സ്റ്റാഫിനെ ആയിരുന്നു കേട്ടോ. നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതും അതുപോലെ നമുക്ക് എന്ത് സഹായത്തിനും നമുക്ക് എപ്പോൾ വിളിച്ചാലും മറ്റേ ഫോൺ കോളിൽ ആൾ റെഡി ആയിരിക്കും കേട്ടോ. അതുപോലെ നല്ലൊരു സ്റ്റാഫിനെയായിരുന്നു നമുക്ക് കിട്ടിയതും. അങ്ങനെ അവർ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കവറിട്ടൊന്ന് മൂടിപ്പറക്കി വീഡിയോ എടുക്കാൻ റെഡിയാക്കി തരുമെന്ന് വെച്ചാൽ പറഞ്ഞു. അത് ഓൾറെഡി അങ്ങനെ ഉണ്ട്, അവരും വീഡിയോ എടുക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കവറൊക്കെ ഇട്ട് മൂടിയിട്ടേക്കാണ്. പിന്നെ ഞങ്ങളോട് എങ്ങനെ നിൽക്കണ്ടേന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പൊക്കാനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഷോർട്സൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല അവരും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെടുത്ത ക്ലിപ്സ് കുറച്ച് നമുക്ക് വീഡിയോ ആയിട്ട് അയച്ചു തരുമൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മളെല്ലാവർക്കും ഫോട്ടോസൊക്കെ അവരെടുത്ത് തന്നു. അതുപോലെ കീയൊക്കെ തന്നു. അതൊക്കെ ഉമ്മച്ചിയാണ് കേട്ടോ കീയൊക്കെ വാങ്ങിയത്. ഉമ്മച്ചക്കൊണ്ട് വാങ്ങിക്കണം എന്ന് എനിക്കൊക്കെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ ചെയ്തത്. ഉമ്മച്ച വരുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെയൊക്കെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. കേക്ക് വേണമെങ്കിൽ നമ്മളോട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണമെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടാലും ഇവിടെ നിന്ന് കട്ട് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് നമുക്കെല്ലാവർക്കും അവർ തന്നെ സെർവ് ചെയ്ത് തരുവാട്ടോ ചെയ്തത്. അവരെല്ലാം നമുക്ക് കേക്ക് സെർവ് ചെയ്ത് തന്നു. പിന്നെ അവരോട് നമ്മൾ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നും കേക്ക് കഴിക്കുന്നത് കൊണ്ട് അവർക്ക് കേക്ക് നമുക്ക് കഴിക്കാൻ മടിയായിരുന്നു. എന്നാലും നമ്മൾ കൊടുത്തോണ്ട് അവരും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ വാങ്ങിയത് ടൊയോട്ട ഗ്ലാൻസയാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു 7 മണി 7:30 നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് മൂവാറ്റുപുഴയ്ക്കായിരുന്നു കേട്ടോ. മൂവാറ്റുപുഴയിൽ ആൻറ്റിയുടെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. UK-യിലായിരുന്നു അവർ പോയിട്ട്. ഏകദേശം ഒരാൾ പോയിട്ട് 4 വർഷം, ഒരാൾ പോയിട്ട് 3, ഒരാൾ പോയിട്ട് 2 വർഷം അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനെ അതിലൊരാളുടെ കല്യാണം, മൂത്ത ആളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ട് ഏകദേശം 1 മാസം ലീവിനാണ് എല്ലാവരും വന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കഴിഞ്ഞിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്കാട്ടോ പോയത്. അപ്പോൾ ആൻറ്റിയുടെ വീട് കല്യാണം പ്രമാണിച്ച് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻ്റൊക്കെ കൊടുത്തിട്ടായിരുന്നു കേട്ടോ പെയിൻറ്റ് അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആൻറ്റിയുടെ വീട് അല്ലാതെ നമ്മൾ ചെറിയ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീടിൻ്റെ പുറം ഭാഗമൊന്നും എടുത്തില്ല. പെയിൻറ്റ് അടിച്ചോണ്ട് ജസ്റ്റ് അതെടുത്തു. പിന്നെ കൊച്ചിന് അവർ വന്നപ്പോൾ ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവനക്ക് കൊടുത്തയാട്ടോ. പിന്നെ യാസി, ഇതാണ് ആൻറ്റിയുടെ 2ാമത്തെ മോൻ. യാസി അവനക്കത് അൺബോക്സിങ് ചെയ്ത് കൊടുത്തു. അവനക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. പിന്നെ അവൻ അതുകൊണ്ട് ഇന്ന് വരെ ആ പസിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അവർ ഞങ്ങൾക്കും ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആൻറ്റിയുടെ 2ാമത്തെ കൊച്ച്, കിങ്ങിണി എന്നാട്ടോ ഞങ്ങൾ വിളിക്കുന്നത്. ഇവളെ പോയിട്ട് ഏകദേശം 1 വർഷത്തോളം ആകുന്നുള്ളൂ കേട്ടോ. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് അവിടെ ജോലിയായി. പിന്നെ ആൻറ്റിയുടെ വീട്ടിൽ പോയി ഇഷ്ടംപോലെ പെറ്റ്സും പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ പിള്ളേർ അവൻ്റെ കല്യാണത്തിൻ്റെ, സൽമാൻ്റെ കല്യാണത്തിൻ്റെ ഡാൻസിൻ്റെ റിഹേഴ്സലിംഗ് ആയിരുന്നു കേട്ടോ. അവനെ മാത്രം വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. കാരണം ഞങ്ങൾ പോയ ടൈമിൽ അവൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം 10 മണിയോടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്